ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതി നമ. ഓം ദം ദുർഗായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 10-ാം അധ്യായം ഭൃഗുശാപം. 9-ാം അധ്യായത്തിൽ നരനാരായണ ഋഷിമാരും പ്രഹ്ലാദനും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടത്. യുദ്ധത്തിൽ തനിക്കെന്തേ ജയം വരുന്നില്ല എന്നാലോചിച്ച പ്രഹ്ലാദനു മുന്നിൽ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും നരനാരായണന്മാർ തൻ്റെ അംശമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തി വിതരം പൂണ്ടുകൊള്ളാൻ പ്രഹ്ലാദനോട് ഭഗവാൻ പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ ഒരു യുദ്ധത്തിന് അന്ത്യമുണ്ടാവുകയും ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ ജനമേജയൻ സന്ദേഹമിങ്ങു പെരുകിയിടുന്നു സത്യവതീ സുതാ, നരനാരായണന്മാരാം ശാന്തന്മാർ വൈഷ്ണവാംശജർ, കായും കനികളും തിന്നു തീർത്ഥദേശത്തിൽ വാഴുവോർ, തപോധനന്മാർ സത്വസ്ഥർ, സത്യത്തിൽ താൻ കഴിക്കുവോർ, മഹാന്മാർ ധർമ്മതനയരെന്നിട്ടും രാഗയുക്തരായി ധ്യാനവും വിട്ടുപോർ ചെയ്യാൻ നിന്നതെന്തിന്നു മാമുനി, ശാന്തിതൻ സുഖവും വിട്ടിമ്മുനിമാർ 100 വത്സരം പ്രഹ്ലാദനോടു പോർ ചെയ്യാൻ എന്തുവാൻ കാരണം പ്രഭോ. ദൈത്യേശനോടു മുനിമാർ അടർ ചെയ്തതുമെങ്ങനെ മഹാഭാഗ കഥിച്ചാലും, യുദ്ധത്തിൻ ഹേതു സർവവും ധനവും നാരിയും മൂലം കലഹം സംഭവിച്ചിടാം, ആ വിരക്തന്മാർക്കുമെന്തേ യുദ്ധബുദ്ധി ജനിക്കുവാൻ, പിന്നെയമ്മട്ടുള്ള തപസ്സെന്തിനായവർ ചെയ്തതും, ഭോഗമോഹാദി നേടാനോ സ്വർഗത്തിനോ പരന്തപ, ഫലങ്ങളഖിലം നൽകും അത്യുത്കട തപസ്സവർ, പ്രശാന്തരായി താൻ ചെയ്തിട്ടും ആശ്ചര്യം ഫലമെന്തുവാൻ, തികച്ചും ദിവ്യവർഷങ്ങൾ 100 പോർ ചെയ്കയാലവർ, തപക്ഷീണിതമാം ഗാത്രം പീഡിപ്പിച്ചിതു പിന്നെയും, രാജ്യത്തിനോ ഗൃഹങ്ങൾക്കോ ദാരങ്ങൾക്കോ ധനത്തിനു വേണ്ടിയല്ലെന്തിനാ ജ്ഞാനിയോടു പോർ ചെയ്തതായവർ, സനാതനം ധർമ്മമെന്തെന്നറിയും സ്മൃഹയറ്റൊരാൾ, ദേഹം തളർത്തുമാ യുദ്ധമീദൃശം ചെയ്വതെന്തിനായി, ബുദ്ധിയുള്ളോൻ സുഖം നൽകും കൃത്യം മാത്രം നടത്തിടും, ദുഃഖകൃത്യത്തെ വർജിക്കും ഇതു ശാശ്വതനീതി താൻ, ഹര്യംശന്മാർ ധർമ്മപുത്രർ സർവജ്ഞർ ഗുണമേറുവോർ, ധർമ്മനാശകരം യുദ്ധം ദുഃഖദം ചെയ്തതെന്തിനായി, സമാധിയാലുള്ളൊരാനന്ദാനുഭൂതി വെടിഞ്ഞഹോ, ഏതു മൂഢൻ കൊതിച്ചിടും സംഗ്രാമമതിദാരുണം, അഹങ്കാരജമാം പാപം കൊണ്ടു ഭൂവിങ്കലേക്കുതാൻ, യയാതിയാം നൃപൻ മുന്നം വിണ്ണിൽ നിന്നും പതിച്ചുപോൽ, യജ്ഞദാനാദി ചെയ്തുള്ള ധാർമ്മികൻ നൃപനാണു ഞാൻ എന്നുച്ചരിക്കെ താൻ വീഴ്ത്തി ശക്രനാ നൃപവര്യനെ, അഹങ്കാരം വിനാ യുദ്ധം ഉണ്ടാവുന്നില്ലൊരിക്കലും, മുനിക്കെന്തേ നേട്ടമിപ്പോർ കൊണ്ടു പുണ്യക്ഷയം ഫലം. വ്യാസൻ 3 മട്ടാം അഹങ്കാരം സംസാരത്തിൻ്റെ മൂലമായി, ധർമ്മനിശ്ചയമാണ്ടുള്ള മുനിമാർ ചൊൽവു ഭൂപതേ, ദേഹമുള്ളോർക്കുള്ളൊരതു മുനിക്കില്ലാതിരിക്കുമോ, അഹങ്കാരമെഴാതുള്ള കാര്യമില്ലൊരിടത്തിലും, യജ്ഞം ദാനം തപസ്സെല്ലാം സാത്വികത്തിലുമവ്വിധം,
രാജസത്തിലുമുണ്ടാവും കലഹം താമസത്തിലും. നല്ലതോ ചീത്തയോ കർമ്മം തെല്ലെന്നാലും നടത്തുകിൽ അഹങ്കാരമതിൻ കൂടെ ഉണ്ടാമെന്നതു നിശ്ചയം. അതിനേക്കാൾ ബന്ധകാരിയ മറ്റൊന്നില്ല മന്നിതിൽ. വിശ്വം താനതിൽ നിന്നുണ്ടായി പിന്നെ അക്കെട്ടുപോകുമോ? അഹങ്കാരയുധന്മാർ താൻ ബ്രഹ്മാവും വിഷ്ണുരുദ്രനും. പിന്നെ മറ്റുള്ള ഋഷികൾ തൻ കഥ ചൊല്ലേണമോ നൃപാ? വീണ്ടും ജന്മം മൃത്യു വീണ്ടുമേവം കർമ്മവശത്തിലായി ഭ്രമിക്കയാണഹങ്കാരം മൂടും വിശ്വം സമസ്തവും. ദേവമാനവദിര്യ ജാതികളെല്ലാം നിരന്തരം തേരിന്നുരുൾ കണക്കിങ്ങു തിരിഞ്ഞും കൊണ്ടിരിക്കയാം. ഈ വിസ്തൃത പ്രപഞ്ചത്തിൽ ഉത്തമാധമയോനിയിൽ എത്ര വട്ടം വിഷ്ണു കൂടി പിറന്നെന്നോതിടാവതോ? സാക്ഷാൽ നാരായണൻ പോലും മീനായാമയുമായി തഥാ പന്നിയായി വാമനനുമായി നരസിംഹവുമായി നൃപാ. യുഗന്തോറും വാസുദേവൻ ജഗന്നാഥൻ ജനാർദ്ദനൻ എണ്ണമറ്റവതാരങ്ങൾ ചെയ്വൂ കർമ്മവശാനുഗൻ. ഏഴാം വൈവസ്വതം മന്വന്തരത്തിങ്കൽ ജഗത് പ്രഭു ചെയ്തുള്ളോരവതാരങ്ങൾ കേട്ടാലും സത്യമായി നൃപാ. ഭൃഗുശാപത്തിനാൽ പണ്ടു ഭഗവാൻ വിഷ്ണു മന്നിതിൽ അവതാരങ്ങളൊട്ടേറെ ചെയ്താനഖില നായകൻ. ജനമേജയൻ സന്ദേഹമൊട്ടൻ ചിത്തത്തിൽ ജനിക്കുന്നു മഹാമതേ. വിഷ്ണുവെ ഭൃഗുവെന്തിനായി ശപിച്ചിതു പിതാമഹ? അമ്മുനീന്ദ്രൻ അപ്രിയമായി ചെയ്തതെന്തജ്ജഗത്പതി? വ്യാസൻ ചൊല്ലിത്തരാം ഞാൻ കേട്ടാലും ഭൃഗുവിൻ ശാപകാരണം. മുന്നം ഹിരണ്യകശിപുവെന്ന കശ്യപനന്ദനൻ രാജ്യം ഭരിക്കേ പോരുണ്ടായി ദേവാസുരർ പരസ്പരം. വ്യാകുലപ്പെട്ടു ലോകങ്ങളെല്ലാം അപ്പോൾ നടക്കവേ ദൈത്യേന്ദ്രൻ ഹതനായപ്പോൾ മകൻ പ്രഹ്ലാദനായി നൃപൻ. പ്രഹ്ലാദനും സുരന്മാരെ പീഡിപ്പിച്ചാനരിന്ദമൻ. അവനും ശക്രനും തമ്മിലുണ്ടായി ദാരുണമാം വ്രണം. തികച്ചും 100 ആണ്ടു ലോകമത്ഭുതപ്പെടുമാം വിധം ആഘോരതരമാം പോരിൽ പ്രഹ്ലാദൻ തോറ്റുപോകയാൽ വൈരാഗ്യമേറ്റമുൾക്കൊണ്ടു തത്വവിജ്ഞാനിയാമവൻ വാഴിച്ചു മന്നിൽ ബലിയാം വിരോചനതനൂജനെ. പിന്നെ തപസ്സിനായി ഗന്ധമാദനാദ്രിയിലേറിനാൻ. രാജാവായി തീർന്ന ബലിയും വിണ്ണോരോടു പിണങ്ങിനാൻ. അതിഭീകരമാം യുദ്ധം പിന്നെയുണ്ടായി പരസ്പരം. വീരനാമുംബർഗോനും ശ്രീവിഷ്ണുവും തുണ നിൽക്കയാൽ ആട്ടിപ്പായിച്ചു നാട്ടിങ്കൽ നിന്നും ദൈത്യരെ വിണ്ണവർ. പ്രാപിച്ചു ശരണം തോറ്റുപാഞ്ഞൊരക്കൂട്ടർ ശുക്രനെ. ബ്രഹ്മൻ പ്രതാപിയാമങ്ങു തുണയെന്തേകിടാത്തതും മന്ത്രജ്ഞോത്തമനാമങ്ങു സഹായിക്കാതിരിക്കുകിൽ പ്രയാസമിങ്ങു നിൽക്കാനായി പാതാളം പോകയാണിവർ. വ്യാസൻ ഏവമോതും ദൈത്യരോടു ചൊന്നാനക്കരുണാനിധി. പേടിക്കായ് വിൻരക്ഷയേകുന്നുണ്ടൻ തേജസ്സുകൊണ്ടു ഞാൻ. മന്ത്രൌഷധങ്ങളെക്കൊണ്ടും ദൈത്യന്മാരെ തുണയ്ക്കുവൻ.
പേടിക്കാതിങ്ങിരുന്നാലും ഉത്സാഹം ചെയ്തു കൊള്ളുവിൻ. വ്യാസൻ: അതിനാൽ നിർഭയം വാണാർ ശുക്രന്റെ തുണയാലവർ. ചാരന്മാർ ചൊന്ന വൃത്താന്തം അറിഞ്ഞു സുരരൊക്കെയും. തമ്മിൽ തമ്മിൽ ശക്രനുമായി മന്ത്രിച്ചാർ പേടി വായ്ക്കയാൽ. ശുക്രമന്ത്രപ്രഭാവത്താൽ സ്ഥാനഭ്രംശം വരാവിധം. മുമ്പേ താൻ ചെന്നു പോരിനായി തയ്യാറാവുക നാം ക്ഷണാൽ. ബാക്കിയുള്ളോരെയും വെന്നു പാതാളത്തിൽ നയിക്ക നാം. എന്നണഞ്ഞാരായുധവുമായി ദൈത്യരെ രുഷ്ടരായി. ഇന്ദ്രാജ്ഞയാൽ വിഷ്ണുവൊത്തു വിണ്ണോർ ചെന്നേറ്റു ദൈത്യരെ. നിഹനിക്കേ ദാനവന്മാർ ഭയസംത്രസ്തരായി പരം. രക്ഷ രക്ഷേതി മുറയിട്ടെത്തി ശുക്രൻ അടുത്തുടൻ. ശക്തരാം ദൈത്യരെ പീഡിതന്മാരായി കണ്ടൊരാ വിഭു. പേടിക്കേണ്ടെന്നോതി മന്ത്രൌഷധങ്ങൾക്കുള്ള ശക്തിയാൽ. ശുക്രനെ കണ്ടു പോർ വേണ്ടെന്നായി തിരിച്ചു സുരൗഘവും. 10-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ. 11-ാം അധ്യായം കാവ്യമാതൃവധം. വ്യാസൻ: വിണ്ണോർ പോയളവിൽ ശുക്രൻ ചൊന്നാൻ ദൈത്യരോടിങ്ങനെ. ബ്രഹ്മാവു പണ്ടോതിയതു കേട്ടാലും ദൈത്യമുഖ്യരെ. വധിക്കും ദൈത്യനാശത്തിനേർപ്പെട്ട ഹരിദൈത്യരെ. പന്നിയായി പണ്ടവൻ കൊന്നാൻ ഹിരണ്യാക്ഷനെ അവ്വിധം. കൊന്നാൻ ഹിരണ്യകശിപു തന്നെയും നരസിംഹമായി. ഏവമേവരെയും യത്നം ചെയ്തും കൊല്ലുമവൻ ധ്രുവം. ഹരിയെയും സുരരെയും ജയിക്കാൻ ഞാൻ തുണയ്ക്കിലും. നിങ്ങൾക്കാകാ മന്ത്രശക്തി അത്രയ്ക്കിങ്ങില്ല കൂട്ടരെ. പൊറുക്കുവിൻ തെല്ലുകാലം ആയിടയ്ക്കു മഹേശനെ. മന്ത്രാർത്ഥം ശരണം പ്രാപിച്ചണയുന്നുണ്ടു ഞാൻ ദ്രുതം. മഹാദേവങ്കൽ നിന്നും ഞാൻ മന്ത്രവും നേടി വന്നുടൻ. നിങ്ങൾക്കു നൽകുവൻ നേരായി മന്ത്രം ദൈത്യേന്ദ്രമുഖ്യരെ. ദൈത്യന്മാർ: തോൽപ്പിക്കപ്പെട്ടൊരീ ഞങ്ങളെത്രയും കാലമെങ്ങനെ. തുണയില്ലാതെ ഈ മന്നിൽ പൊറുക്കേണ്ടു മുനീശ്വരാ. ശക്തിയുറ്റോർ ഹതന്മാരായി പിന്നെ ഈ ബാക്കിയുള്ളവർ. പോരിൽ നേരിടുവാനുള്ള കരുത്തില്ലാതെയുള്ളവർ. ഹരങ്കൽ നിന്നും ഞാൻ മന്ത്രവിദ്യ നേടി വരും വരെ. തപശമങ്ങളും പൂണ്ടു നിങ്ങൾ കാലം കഴിക്കുവിൻ. ദേശം കാലം ബലം സർവമറിഞ്ഞു സമയോചിതം ചെയ്യണം സാമദാനാദി എന്നു താൻ പുതർതന്മതം. നന്മയ്ക്കായി ശത്രുവെപ്പോലും കാലം നോക്കി ഭജിക്കണം. സ്വശക്തി വർദ്ധിച്ച തവ്വിലവരെ കീഴടക്കണം. അതിനാൽ പുറമേ നമ്രഭാവം കാണിച്ചു ശാന്തരായി അടങ്ങി നിൽക്കണം നിങ്ങൾ ഞാൻ തിരിച്ചു വരും വരെ. മഹേശനോടു വരവും വാങ്ങി ഞാൻ വന്നനന്തരം സുരന്മാരോടേറ്റുമുട്ടാം വീണ്ടും മന്ത്രബലത്തൊടും എന്നു ദൈത്യന്മാരോടോതി ഭാർഗവൻ ദൃഢചിത്തനായി. മന്ത്രാർത്ഥം ശ്രീ മഹാദേവൻ തന്നടുത്തേക്കിറങ്ങിനാൻ. വിണ്ണോർക്കു വിശ്വാസമാവാൻ ശാന്തൻ സത്യപരായണൻ. പ്രഹ്ലാദനെ ചൊല്ലിവിട്ടാർ ദാനവന്മാർ സുരാന്തികം. പ്രഹ്ലാദൻ ദാനവന്മാരുമായി ചെന്നാദരപൂർവകം വിനയാനതനായി ചൊന്നാൻ വാനവന്മാരോടിങ്ങനെ. സന്നാഹമേതുമില്ലാതെ
ആയുധം ചോടെ വെച്ചിവർ മരത്തോലും ചുറ്റീനി തപസ്സിനായി കൊതിക്കയാം. കേവലം സത്യമെന്നോണം പ്രഹ്ലാദനിതു ചൊൽകയാൽ വിശ്വാസം പൂണ്ടു ദേവന്മാർ തിരിച്ചാർ പേടിയെന്നിയെ. ആയുധം വെച്ചു ദൈത്യന്മാരെന്നുറപ്പിക്കയാലവർ സ്വസ്വഗേഹങ്ങളിൽ ചെന്നു വാണാർ ലീലാസുഖത്തൊടും. ദൈത്യന്മാർ ദംഭവും പൂണ്ടു തപക്രിയയോടങ്ങനെ കശ്യപൻ തന്നാശ്രമത്തിൽ പാർത്താൻ ശുക്രപ്രതീക്ഷയിൽ. കൈലാസത്തിൽ ചെന്നു ശുക്രൻ പ്രണമിച്ചു മഹേശനെ. എന്തേ പോരാനെന്നുരച്ച ഹരനോടോതി ഇങ്ങനെ. ദാനവന്മാർ ജയിക്കാനും ദേവന്മാർ തോറ്റിടാനുമായി ഗുരുവിൻ വശമില്ലാത്ത മന്ത്രമിച്ഛിപ്പു ദേവ ഞാൻ. വ്യാസൻ ശുക്രവാക്യം കേട്ടു മഹാദേവൻ സർവജ്ഞനീശ്വരൻ ഇനി ചെയ്യേണ്ടതെന്തെന്നായി ചിന്തിച്ചാനുള്ളുകൊണ്ടുടൻ. സുരന്മാരിൽ ദ്രോഹബുദ്ധി ഒത്തു ദൈത്യജയത്തിനായി മന്ത്രാർത്ഥം വന്നതാണിങ്ങു ദൈത്യർ തൻ ഗുരുവാമിവൻ. രക്ഷിക്കണം സുരന്മാരെ എന്നുറപ്പിച്ചു ശങ്കരൻ നിർദ്ദേശിച്ചാൻ കാവ്യനോടു ദുഷ്കരം കഠിനവ്രതം. കണധൂമം കിഴക്കാം തൂക്കായി നിന്നായിരമാണ്ടു നീ പാനം ചെയ്യുകിലുണ്ടാവും ശുഭവും മന്ത്രസിദ്ധിയും. ആവാമങ്ങൊന്നു കൽപ്പിച്ച പോലെ താനീ മഹാവ്രതം നടത്തുവൻ മഹാദേവ കുമ്പിട്ടാൻ കാവ്യനീശനെ. വ്യാസൻ ഏവമശംഭുവോടോതി മന്ത്രസിദ്ധിക്കുറച്ചവൻ ധൂമപാനം ചെയ്തു ശാന്തൻ ചരിച്ചാനുത്തമം വ്രതം. ദൈത്യന്മാർ തൻ കപടവും ശുക്രൻ തൻ വ്രതചാരവും അറിഞ്ഞു ദേവന്മാർ പിന്നെ മന്ത്രിച്ചാർ തങ്ങൾ തങ്ങളിൽ. ചിന്തിച്ചുറച്ചു യുദ്ധത്തിനായുധങ്ങളുമായുടൻ പുറപ്പെട്ടാർ ദാനവന്മാർ വാഴുമദ്ദിക്കിലേക്കവർ. പോർച്ചട്ടയിട്ടായുധവും ഏന്തിയെത്തിയ വിണ്ണവർ നാലുപാടും നിരന്നപ്പോൾ പാരം പേടിച്ചു ദാനവർ. പൂക്കാൽ മതിച്ചു തയ്യാറായി വന്നൊരസുരരോടുടൻ ചൊന്നാർ പിടഞ്ഞെണീറ്റേവം ദൈത്യന്മാർ തഥ്യമാം മൊഴി. പേടിച്ചോരായുധം വെച്ചോൻ ആചാര്യൻ വ്രതമാണ്ടവൻ. ഇവർ ഹന്തവ്യരോ നിങ്ങൾ മുമ്പിങ്ങഭയമേകിയോർ. നിങ്ങൾ തൻ സത്യവും വേദധർമ്മവും പോയതെങ്ങുവാൻ വധ്യരല്ലായുധം വെച്ചു പേടിയാൽ കീഴടങ്ങിയോർ. ദേവന്മാർ അയച്ചു നിങ്ങൾ മന്ത്രാർത്ഥം കാവ്യനെ പിന്നെ ഇത്തപം. ജ്ഞാനവും ഭോഷ്കുതാൻ ഞങ്ങൾ അതിനാൽ പോരു ചെയ്യുവൻ. ബദ്ധകങ്കണരായി ശസ്ത്രം എടുത്തടരിലേൽക്കുവിൻ. തഞ്ചത്തിൽ ശത്രുവെ കൊല്ലാമെന്നു താൻ നീതി ശാശ്വതം. വ്യാസൻ കൂടിയാലോചിച്ചു ദൈത്യർ ഈ മട്ടിൽ സുരരോധവേ. ഓട്ടം കൊടുത്താരെല്ലാരും ഭയവിഹ്വലരായിത്തതാ. കാവ്യമാതാവിനെ ചെന്നായി ആശ്രയിച്ചാരവർ തൽക്ഷണം. അഭയം നൽകിയവളദീനരാം ദാനവർക്കുടൻ. കാവ്യമാതാവ് പേടിക്കേണ്ട പേടി വേണ്ട വിട്ടാലും പേടി ദൈത്യരെ. എൻ്റെ സന്നിധിയിൽ പെട്ടോർക്കുണ്ടാവില്ലൊരു ഭീതിയും. ഈ വാക്കിനാൽ ദാനവന്മാർ ഭ്രമവ്യതകളെന്നിയെ
നിരായുധന്മാരായി നിന്നാരാശ്രമം തന്നിലങ്ങനെ. മണ്ടിപ്പോം ദൈത്യർ തൻ ചോടു പിടിച്ചു സുരരൊക്കെയും ബലാബലം ഗണിക്കാതെ പിന്തുടർന്നെത്തിനാർ ബലാൽ. വന്നപാടേ ദാനവരെ കൊല്ലാനുദ്യതരായി സുരർ തടുത്തു കാവ്യമാതാവെന്നിട്ടും വിട്ടില്ല വാനവർ. ദൈത്യനാശം കണ്ടു പാരം വിറപൂണ്ടോതിനാളവൾ തപോബലത്താലിവരെ നിദ്രാവശകരാക്കുവൻ എന്നോതി വിട്ടൊരാ നിദ്രയങ്ങു ചെന്നാക്രമിക്കയാൽ. മൂകന്മാരെ കണക്കിന്ദ്രൻ തൊട്ടോർ പെട്ടിതു നിദ്രയിൽ. നിദ്രയാൽ ദീനനായിത്തീർന്ന ശക്രനോടോതിനാൻ ഹരി, എന്നിൽ പ്രവേശിച്ചു കൊള്ളുക മംഗളം തേ സുരോത്തമ. അതു കേൾക്കേ പ്രവേശിച്ചാൻ ഒമ്പർകോൻ വിഷ്ണുവിൽ ക്ഷണം. ആ രക്ഷയാൽ പേടിയും പോയി നിദ്രയും വിട്ടു ശക്രനെ. ഹരിതൻ രക്ഷയിൽ ശക്രൻ ആപത്തില്ലാതെ നിൽപ്പതായി കണ്ടുടൻ കാവ്യമാതാവു തുഷ്ടയായേവമോദിനാൾ. വിണ്ണോരെല്ലാം നോക്കി നിൽക്കെ തന്നെ നിന്നെ ഞാൻ വാസവാ ഭക്ഷിപ്പൻ വിഷ്ണുവോടൊപ്പം കണ്ടാലും മത്തപോബലം. വ്യാസൻ ഏവം കഥിക്കേ സ്തബ്ധന്മാരായിപ്പോയി വിഷ്ണുവും ഇന്ദ്രനും. അശക്തരായിത്തീർന്നു യോഗശക്തിയാൽ അവർ തക്ഷണം. പാരം പീഡിതരായി വിഷ്ണുവേയും ഇന്ദ്രനെയും തഥാ കണ്ടത്ഭുതപ്പെട്ടു വിണ്ണോർ വാവിട്ടാർ ദീനചിത്തരായി. കരയും സുരരെ കണ്ടു വിഷ്ണുവോടോതി വാസവൻ, അങ്ങയെക്കാളവശനായിത്തീർന്നേൻ ഞാൻ മധുസൂദന. നാം ദഹിക്കുവതിൻ മുമ്പായി ഇവളെ കൊൽക നീ ബലാൽ. തപോഗർവിഷ്ടയിദുഷ്ട ചിന്തിക്കാനൊന്നുമില്ലിതിൽ. കീർത്തിയേറും ശക്രനേവം കഥിക്കേ ഭഗവാൻ ഹരി, സ്മരിച്ചു തന്റെ ചക്രത്തെ കൃപയന്യേ ജനാർദ്ദനൻ. സ്മരിച്ച മാത്രയിൽ ചക്രമണഞ്ഞു ഹരിതൻ വശം. വധാർത്ഥമതു കൈയാണ്ടാനിന്ദ്ര അർത്ഥിക്കയാൽ ഹരി. ഛേദിച്ചു വിട്ടാൻ ചക്രത്താൽ അവൾ തൻ തല തക്ഷണം. മോദിച്ചു ശക്രനവളെ കൊന്നതായി കാൺകയാൽ തഥാ. മുഴക്കി ജയശബ്ദങ്ങളപ്പോൾ സന്തുഷ്ടരാം സുരർ. സ്തുതിച്ചാർ വിഷ്ണുവെ ഭക്തിപൂർവമത്തൽ വെടിഞ്ഞവർ. തടുക്കാവല്ലാത്ത ഭൃഗുശാപത്തിൽ ശങ്ക വായ്ക്കയാൽ സ്ത്രീവധത്തെയുമോർത്തുണ്ടായി ഹരീന്ദ്രന്മാർക്കു താപവും. 11-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ.